ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഗോതമ്പ് ദോശയും ഇന്നലത്തെ മീൻ കറിയാണ്. അപ്പോൾ ഞാൻ ഇരുമ്പ് ചട്ടിയാണ്, അപ്പോൾ അതിൽ എണ്ണയൊക്കെ പറ്റി കൊടുത്തിട്ട് ദോശ നമുക്ക് ചുട്ടെടുക്കാം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം മഴയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലേ. 2-3 ദിവസം നല്ല മഴയായിരുന്നു. അപ്പോൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ടിട്ടും എടുക്കാട്ടോ. എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മീൻ കറിയാണ്. തലേ ദിവസത്തെ മീൻ കറി കുറച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങളങ്ങനെ കഴിച്ചിട്ടില്ലേ, മീൻ കറിയൊക്കെ തിളപ്പിച്ചിട്ട് പിറ്റേ ദിവസം കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഗോതമ്പ് ദോശയും മീൻ കറിയും കൂടെ നമുക്ക് രാവിലത്തെ ചായയോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. ശ്രീകുട്ടിക്കും മോളനൊക്കെ ഗോതമ്പ് ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് രാവിലത്തെ. പിന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഗോതമ്പ് ദോശ. അതായത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കലക്കി കഴിഞ്ഞ് ദോശ ഉണ്ടാക്കാം. അതല്ലാതെ ചിലർ പാലൊക്കെ ഒഴിച്ചിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കും. പിന്നെ ഒരു ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയും ശർക്കരയൊക്കെ കൂടെ ചേർത്തിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിക്കുക. ശർക്കര ഉരുക്കി ഒഴിക്കുക, തേങ്ങ ചിരവിത് ചേർത്തിട്ട് മാവ്, അതായത് ആട്ടപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് ഒരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ട് ദോശ ചുട്ടെടുക്കുക. അപ്പോൾ അതിലേക്ക് കറിയൊന്നും വേണ്ട. അപ്പോൾ നമുക്കത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയും ദോശ ചുട്ടെടുക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്കങ്ങനെ ഗോതമ്പ് ദോശയും മീൻ കറിയും കൂടെ കഴിക്കാം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കറിയുടെ ചട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പുതി മീൻസ് ആഗ്രഹം പണ്ട് ചെറുതിലേക്ക് ചെയ്തതാണ് കേട്ടോ. ചട്ടിയിൽ കുറച്ച് ചോറിട്ടിട്ട് കുഴച്ചിട്ട് കഴിച്ചാലോ വിചാരിച്ചിട്ട് അങ്ങനെ ചോറിട്ടിട്ട് കുഴച്ചു. മോളും വന്നിട്ട് കുറച്ച് ചോറ് അതിലേക്ക് ഇട്ടാന്ന് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനത് കുഴച്ചിട്ട് കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റാണ്. ചട്ടിയിൽ കുഴച്ചിട്ട് കഴിക്കുമ്പോൾ ആ ചട്ടിയുടെ ഒരു എന്താ അറിയില്ല, വേറൊരു ടേസ്റ്റാണ്. നമ്മൾ പ്ലേറ്റിലിട്ട് കഴിക്കുന്ന പോലത്തെ ടേസ്റ്റല്ല. ചട്ടിയിലിട്ട് കഴിക്കുമ്പോൾ അത് കഴിച്ചാൽ തന്നെ അറിയുള്ളൂ. ചെറുതിലൊക്കെ കഴിച്ച്, അതായത് ചെറിയ കുട്ടിക്കായിരുന്നപ്പോൾ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കഴിക്കുന്നത്. അപ്പോൾ അതൊരു അപാര ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. പിന്നെയെന്ന് പറയാനായിട്ട് ഉച്ചക്കലത്തെ ഊണ്, അതായത് മോളൂന് വേണ്ടിയിട്ട് കുറച്ച് ചോറും കുറച്ച് മോര് കാച്ചിയതുണ്ടായിരുന്നു. പിന്നെ ഒരു ബീറ്റ്റൂട്ട് ഉപ്പേരിയും പപ്പടവും. അത് കൂട്ടിയിട്ട് മോളൂന് കുറച്ച് ചോറ് കൊടുത്തു. അതാണ് ഉച്ചക്കലത്തെ ഭക്ഷണം കേട്ടോ. കുറച്ച് മോര് കാച്ചിയത് എന്താ വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു വിട്ട് തിളയ്ക്കാതെ ഞങ്ങൾ ഇറക്കില്ലേ, അതുപോലത്തെ ഒരു കറി കേട്ടോ. ഉപ്പൊക്കെ ചേർത്തിട്ട് സിമ്പിളാണ്. അതിലേക്ക് കുറച്ച് ബീറ്റ്റൂട്ട് ഉപ്പേരിയും ഒരു പപ്പടവും കൂടെ കൂട്ടിയിട്ട് ഉച്ചക്കലത്തെ ചോറ്. അത് മോളൂസിന് കഴിക്കാൻ വേണ്ടിയിട്ട് വിളമ്പി കൊടുത്തതാണ്. അങ്ങനെ ആ ചോറ് കഴിക്കലും കഴിഞ്ഞു. ഇന്ന് ഉച്ച വരെയുള്ള കാര്യങ്ങളുള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.